അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്ത യൂറോപ്യൻ കൺട്രി പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്. 11 മണി വരെ എൻ്റെ പിന്നിൽ കാണുന്ന ഇതാണ് എയർപോർട്ട്. ഈ എയർപോർട്ട് വർക്കിംഗ് ആയിരുന്നു. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളായിരുന്നു. 11 മണിക്ക് ശേഷം നമ്മളെ എയർപോർട്ടിൽ നിന്ന് പുറത്താക്കി. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് രാത്രി 11 മണിയാകുമ്പോൾ അടയ്ക്കും. എന്നിട്ട് രാവിലെ ഫ്ലൈറ്റ് 6 മണിക്കല്ലേ, അപ്പോൾ ഒരു 4 മണി 4:30 കഴിഞ്ഞ് എപ്പോഴാണോ തുറക്കുന്നത് അത്ര നേരം എയർപോർട്ട് ക്ലോസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇത്രേ ഉള്ളൂ ഈ എയർപോർട്ട്. അതായത് ഒരു 50 മീറ്റർ വീതി കാണും. ഞങ്ങൾ രണ്ടാളും മാത്രം. സിമോയും കൂടി ഉണ്ട്. സിമോ അവിടെ പുറത്തൊരു കഫേരിയ പോലെ ഉണ്ട്, പക്ഷെ അവിടെ കടകളൊന്നുമില്ല. അവിടെ പുറത്ത് മഞ്ഞത്തിരിക്കുകയാണ് കേസ്. ഇപ്പോൾ ഒരു 8 ഡിഗ്രി 7 ഡിഗ്രി ടെമ്പറേച്ചറുള്ള, പക്ഷെ ഇത്ര നേരം ഭയങ്കര ഫോഗായിരുന്നു. പക്ഷെ ഇവരിങ്ങനെ അകലെന്ന് പറഞ്ഞ പാസഞ്ചേഴ്സിനൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമല്ലാണ്ട് എയർപോർട്ടൊക്കെ അടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. അറ്റ് ലാസ്റ്റ് ഗൈസ് പുലർച്ചെ 4 മണിയായപ്പോഴാ എയർപോർട്ട് തുറന്നിട്ടുണ്ട്. എയർപോർട്ടിൽ ആദ്യമായിട്ട് കാലുകുത്തുന്ന പാസഞ്ചർ ഞാനായിരിക്കും ഗൈസ്. നോക്കൂ ഒരവസ്ഥ. വെൽക്കം ടു മെമ്മിങ്ങം എയർപോർട്ട്. ആരുമില്ലാത്ത എയർപോർട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ്. രാവിലെ 6:05 ബാർസലോണ ഗിറോണ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്മിങ്ങം എയർപോർട്ട്. ഇത്ര നേരം മഞ്ഞൊക്കെ കൊണ്ടിട്ട് എന്താ അവസ്ഥ? ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം ഗൈസ്. കറക്റ്റാ. ഇപ്പോഴാണ് ഗൈസ് കൊടും തണുപ്പെന്ന് ഒന്ന് ഇൻഡോറിലേക്ക് കയറാൻ നമുക്ക് പറ്റിയത്. സത്യം പറഞ്ഞ പാസഞ്ചേഴ്സിനൊക്കെ ഒരുമാതിരി നമ്മളെ തെരുവ് പട്ടികൾക്ക് പോലും കൊടുക്കാത്ത വിലയാണ് നമുക്ക് ഈ എയർപോർട്ടിൽ. നമുക്ക് എന്നല്ല എല്ലാവർക്കും വന്നൊരവസ്ഥ. രാത്രി 11 മണി തൊട്ടിട്ട് പുലർച്ചെ 4 മണി വരെ മഞ്ഞത്തിരിക്കേണ്ട അവസ്ഥ. വൈ ഫുഡ്? ദിസ് ഈസ് ഫുഡ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി ഫുഡ്. ഗേറ്റ് 7ലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗേറ്റ് നോക്കി, ഇതെന്തോന്നത്? ഷീറ്റ് ഇട്ടിട്ടൊരു ടെൻറ്റ്. ഇത് കണ്ടോ താഴെ? ഇത്രയും ചീപ്പായിട്ടുള്ള എയർപോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കച്ചറ എന്ന് പറഞ്ഞാൽ ലോക കച്ചറ അല്ലേ? ഈ എയർപോർട്ടിനെ പറ്റിയിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? പട്ടിക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്ക് വരെ അപമാനമായിരിക്കും. വല്ലാത്ത ചതി എയർപോർട്ട് കേസ്, വല്ലാത്ത ചതി. 5:30 നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് കേസ്. Alvin. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഗൈസ്. ഇതാണ് നമ്മുടെ യൂറോപ്പിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റയാൻ എയർ. ഗൈസ് നമ്മൾ ഫ്ലൈറ്റിൽ ഓൺ ബോർഡ് കയറിയിട്ടുണ്ട്. നമ്മൾ 3 ആളും, ഞാനും ആൽവിനും സിമോയും 3 ആളും 3 ഡിഫറെൻറ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് യൂറോപ്പിൽ എങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾക്ക് വെറും 35 യൂറോ, അതായത് 3500 രൂപയ്ക്കാണ് നമ്മൾ സ്പെയിനിലേക്കും ജർമ്മനിയിൽ നിന്ന് ഇപ്പോൾ ബാർസലോണയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. റിട്ടേൺ അതുപോലെ 3000. അങ്ങനെ വെറും 7000 രൂപയ്ക്കാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് റയാൻ എയറിൽ എടുത്തിട്ടുള്ളത്. വെൽക്കം ടു ജിറോണ ബാർസലോണ ഗൈസ്. ഇവിടെ റയാൻ എയറിൻ്റെ കുറേ ഫ്ലൈറ്റും അതുപോലെ പ്രൈവറ്റ് ജെറ്റുകളും ഇവിടെ കിടക്കുന്നുണ്ട്. കോസ്റ്റ ബ്രാവ എയർപോർട്ട്. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ബാർസലോണ ഗിറോണയിൽ എത്തി. അപ്പോൾ ഗിറോണ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ബാർസലോണയ്ക്ക് ബസ്സിൽ വേണം പോകാൻ. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. പക്ഷെ നമ്മൾ വന്ന വഴിക്ക് തന്നെ നമുക്ക് ബസ് ടിക്കറ്റ് കിട്ടി. ഇതിൽ വരുന്നത്
നമുക്ക് 3 ആൾക്ക് കൂടിയിട്ട് വൺ വേ ഗിറോണ ടു ബാർസലോണ 66 യൂറോയാണ് നമുക്ക് 3 ആൾക്ക് കൂടിയിട്ട് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് 22 യൂറോ. അപ്പോൾ ഗിറോണയിൽ നിന്ന് ബാർസലോണയ്ക്ക് ഒരു 2500 രൂപ ഒരാൾക്ക് ബസ് ടിക്കറ്റ് വരും. അങ്ങനെ 3 ആൾക്ക് ഒരു 7000, 7500, 8000 രൂപ വരെ അടുത്ത് വൺ വേ ടിക്കറ്റ് ചാർജ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവരൊക്കെ ഫുള്ള് ഉറക്കത്തിലാണ്, രാവിലെ തൊട്ടിട്ട് ഉറങ്ങാത്തതിൻ്റെ. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. സംഭവം നമുക്ക് ഫ്ലൈറ്റ് കയറാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടെങ്കിലും ഫ്ലൈറ്റും ട്രാവലും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റോട്ടിലേക്കാണ് നമ്മൾ ഇറങ്ങി വന്നത്. വേറെ ചെക്കിനോ ഇമിഗ്രേഷനോ അങ്ങനത്തെ ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാർസലോണ ബസ് സ്റ്റാൻഡിലെത്തി ഗൈസ്. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇതാണ് ഗൈസ് നമ്മുടെ ബാർസലോണ നോർഡ് സെൻട്രൽ ബസ് സ്റ്റേഷൻ. ഗൈസ് നമ്മൾ ബാർസലോണ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഫ്രഷപ്പൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറി നമ്മളിനി ബാർസലോണയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയിലേക്കാണ് നമ്മുടെ ഫസ്റ്റത്തെ വിസിറ്റ്. അതെ, വേൾഡ്സ് ലാർജസ്റ്റ് കത്തീഡ്രൽ. ബാർസലോണയിൽ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, നമ്മൾ ജർമ്മനിയിൽ ഇന്നലെ രാത്രി വരെ 6 ഡിഗ്രി 7 ഡിഗ്രി തണുപ്പത്ത് ഇരുന്നിട്ട് ഇവിടെ വന്നപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെയൊക്കെ വന്നത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് യൂറോപ്യൻ സമ്മർ ആഘോഷിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ കളഞ്ഞ് നല്ല വെയിലൊക്കെ വന്ന് കുറേ നാളായി സൂര്യനെ കണ്ടിട്ട്. അപ്പോൾ സൂര്യനെ കിട്ടി. അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ 24-25 ഡിഗ്രി സെൽഷ്യസ് ചൂടുമുണ്ട്. അപ്പോൾ നമുക്ക് 2-3 ദിവസം ഇവിടെ അടിച്ച് പൊളിക്കാം. ബാർസലോണ സിമിലർ ടു നമ്മുടെ ബാംഗ്ലൂർ സിറ്റിക്ക് ആയിട്ട് പറയാൻ പറ്റും. ബാംഗ്ലൂർ സിറ്റി പോലെ ഫുള്ളും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലത്തെ ഒരു വെതറും, പക്ഷെ കുറച്ചുകൂടി ഡെവലപ്പായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റി. അപ്പോൾ ഞാൻ ഈ പള്ളിയുടെ നേരെ ഫ്രണ്ടിലാണുള്ളത്. അതിൻ്റെ നേരെ താഴെ കണ്ടോ നമ്മുടെ നാട്ടിൽ കച്ചവടക്കാരൊക്കെ ഉള്ള പോലെ ഓരോന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ട് ഈ ചെറികൾ വെറൈറ്റി സാധനങ്ങൾ. പൈസ നമ്മൾ പള്ളിയുടെ മുമ്പ് തന്നെ നമ്മൾ പള്ളിയുടെ ബാർസലോണയുടെ ഒരു സോവനിയർ മേടിച്ചിട്ടുണ്ട്. €1 ആയിട്ടുള്ളൂ. യൂറോപ്പിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചീപ്പസ്റ്റ് ആയിട്ട് ഒരു സോവനിയർ വാങ്ങുന്നത്. നമ്മൾ ഇപ്പോൾ ജർമ്മനിയിലും സ്വിസ്സിലൊക്കെ പോകുമ്പോൾ €8 €9 കിട്ടുന്ന സാധനം ഇത് €1 നമ്മൾ വായിച്ചിരിക്കുന്നത് ഗൈസ്. ബിഗ് ബാർഗെയിൻ. സോ പള്ളിമുറ്റത്തുനിന്ന് നമ്മൾ സംഭവം മേടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം കണ്ടു. വെറൈറ്റി സാധനം. ഓക്കെ ഗൈസ്,
അപ്പോൾ കഴിച്ച് നമ്മൾ ബാർസലോണയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് അവിടുന്ന് നമ്മളൊരു ബസ് പിടിച്ചിട്ട് നമ്മുടെ ഹോട്ടലിലെ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലെ ലൊക്കേഷൻ സെൻ ഫെലിയോ എസ്താസിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നോർമൽ യൂറോപ്യൻ സിറ്റികൾ പോലെയല്ല, ഇവിടെ ഫുള്ള് മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബീച്ച് സൈഡ് ക്ലിഫുകളൊക്കെ പോലെയുള്ള ഒരു സെറ്റപ്പ് സ്ഥലം. ജർമ്മനിയിൽ ഇന്നലെ നമ്മൾ 6 ഡിഗ്രി 5 ഡിഗ്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇപ്പോൾ 24-25 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് വെറും 2 മണിക്കൂർ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്പെയിനിൽ വന്നിട്ട് ഇപ്പോൾ അവിടെ സമ്മർ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വഴി ഇവിടെ ഒരു നാഷണൽ തിയേറ്ററിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്താറായി. നമ്മുടെ ഫ്രണ്ടിൽ ബീച്ച് വ്യൂ ആണ്. പക്ഷേ അതല്ലാതെ നമ്മുടെ ഈ റോഡ് തന്നെ കാണാൻ എന്ത് രസമാണ് നോക്ക്. സൈഡിൽ പൂക്കളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങൾ വ്യൂ നോക്കിയിട്ട് ഒരു അടിപൊളി ബീച്ച് വ്യൂ ഉള്ളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തതാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒരുമാതിരി വ്യൂ ആസ്വദിക്കാൻ അതെ വ്യൂ ആസ്വദിക്കാൻ വേണ്ടി ഒടുക്കത്തെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കയറാൻ. ഗൈസ്, ഇത് ഏതിൻ്റെ കാര്യമാണ്? ക്ഷീണിച്ച് വരുന്ന ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും കയറി പോകണം. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഗൈസ്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ നോക്ക് ഗൈസ്. $1 ബില്യൺ വ്യൂ. എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റപ്പ്? നമ്മുടെ ഹോട്ടൽ സെൻ ഫെലിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോസ്റ്റൽ ഏരിയയിലാണ്. ഇതുപോലെ ക്ലിഫുകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഭയങ്കര റിസോർട്ടുകളും റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ 5th ഫ്ലോറിലാണ്. പ്ലസ് നമ്മുടെ ബിൽഡിങ് നിൽക്കുന്നത് അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ നമ്മുടെ വ്യൂസും കാര്യങ്ങളും കണ്ടോ. അപ്പോൾ ആ അറ്റത്തൊക്കെ കാണുന്ന മല എന്നൊക്കെ പറയുന്നത് ഒരു 60-70-80 കിലോമീറ്റർ അകലെയുള്ളതാണ്. പക്ഷേ അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കാണാനാണ്. അതുപോലെ ഈ ബിൽഡിങ്സൊക്കെ ഉണ്ടോ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ബിൽഡിങ്സ് എല്ലാം സ്പെയിനിലെ ബാക്കി യൂറോപ്യൻ കൺട്രികൾ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ ഇവിടുത്തെ മരങ്ങളായാലും ചെടികളായാലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഉണ്ടോ നമുക്ക് ഇവിടുന്ന് വ്യൂ, യാച്ചുകളും അതുപോലെ സ്പീഡ് ബോട്ടുകളും പിന്നെ നമുക്ക് പ്രൈവറ്റ് ബീച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനി 2 ദിവസം സ്പെയിനിലെ സെൻ ഫെലിയോ മോണ്ട്ജോയിലെ നമുക്ക് അടിച്ചു പൊളിക്കാം. എങ്ങനെയുണ്ട് വ്യൂ? നമ്മൾ സെലക്ട് ചെയ്ത ഹോട്ടൽ സീനല്ലേ? റൂമിന് തന്നെ കൊടുക്കണം റെന്റിന്റെ വിഷയം. പിന്നെ നമ്മൾ 3 പേരായതുകൊണ്ട് നമുക്ക് വലിയൊരു ഡബിൾ ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡും സ്വർണ്ണങ്ങളോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ ആദ്യമായിട്ട് ഞാൻ വന്നിട്ട് ഹോട്ടൽ റൂമിൽ AC കണ്ടേടാ. സത്യം എന്തോരം പൈസ കൊടുത്തിട്ട് റൂം എടുത്തിട്ടുണ്ട്. പക്ഷെ AC റൂം ആയിട്ടാണ് സംഭവമുണ്ടല്ലോ ഗൈസ്. നമ്മള് പൊങ്ങച്ച പറയുന്നതല്ല, നമ്മൾ ഇത്രയും ദിവസം ജർമ്മനിയില് ലോ ടെമ്പറേച്ചറിൽ താമസിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഇന്ന് രാവിലെ വരെ ജർമ്മനിയിലായിരുന്നു. പെട്ടെന്ന് രാവിലെ 8 മണിയാകുമ്പത്തേനും ബാർസലോണ എത്തി. അതിന് ശേഷം ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ AC ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. സാധാരണ യൂറോപ്പിലെ ഹോട്ടൽസിൽ AC ഉണ്ടാവാറില്ല, അതുകൊണ്ട് പറഞ്ഞോന്നുള്ളൂ. അപ്പം ഞങ്ങളൊന്ന് പോയി കുളിച്ച് സെറ്റായിട്ട് നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ഒന്ന് കുളിച്ച് സെറ്റായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒരു വൈൻ ഷോപ്പിൽ കയറി. അപ്പോൾ ഈ വൈൻ ഷോപ്പ് കാണിച്ചു തരാം. എക്സ്പെൻസീവ് വൈൻ ഷോപ്പ്, വൈനുകളുടെ കളക്ഷൻ. അതാ ഫുൾ വൈൻ്റെ കളക്ഷനുകളാണ്. ഇത് നമ്മുടെ വൈനുകൾ നോക്കൂ ഗൈസ്.
എത്ര ടൈപ്പ് ഓഫ് വൈനുകളാണ് നോക്ക്. ഇതൊക്കെ വില കൂടിയ വൈനുകളാണ്. സിമോ എന്തുണ്ട്? ഓ ഈ വൈൻ ഗ്ലാസ് ഒക്കെടാ ഗൈസ്. അവസാനം നമ്മൾ വൈൻ ഷോപ്പിൽ നടന്നിട്ട് ബെയ്ലീസ് തന്നെ മേടിച്ചിട്ട് തിരിച്ചു പോന്നു. ഇവിടെ ഉള്ള വൈനുകളെല്ലാം എക്സ്പെൻസീവാണ്. നമ്മുടെ അവിടെ 2 യൂറോ 3 യൂറോയ്ക്കൊക്കെ നല്ല വൈൻസ് കിട്ടും. പക്ഷെ ഇവിടെ സ്പെയിനിൽ വൈനിന് വേറെ പൈസ കൊടുത്തരാം. ഞാൻ നമ്മുടെ ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് എന്താ സീ ഫുഡ് പ്ലേറ്റ് ആണ്. ഇതിൽ വലിയ ചെമ്മീനും പിന്നെ നമ്മുടെ കൂന്തള് അങ്ങനത്തെ സാധനങ്ങൾ, ലോബ്സ്റ്ററും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് അതിൽ കുക്ക് ചെയ്ത നമ്മുടെ റൈസ്. അതെ, ഇനി നമ്മൾ വേറൊരു സാധനം കൂടി പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ വരും ഗൈസ്. നമ്മുടെ സെക്കൻഡ് കോഴ്സ് ഇത് ചിക്കനാന്ന് തോന്നണു. അത് പോർക്ക് റിബ്സ്, സാൽമൻ്റെ ഒരു സംഭവം. വ്ളോഗ് എടുത്തിട്ടുണ്ട് വരെ. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ഗൈസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.